ഡോക്ടർ സമ്പത്ത്, ഈ 16-17 ലോക്സഭകൾ പോലെയല്ല ഇത്തവണത്തെ 18ാമത് ലോക്സഭ എന്ന് പറയുന്നത്. നോക്കൂ, ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടാമത്തെ പ്രബലൻ എന്ന് വിളിക്കപ്പെടുന്ന രാജ്നാഥ് സിംഗ് ഇന്ന് പ്രതിപക്ഷവുമായി ചർച്ച നടത്തുകയാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഒരു സമവായം ഉണ്ടാക്കാനായിരുന്നു ആ ചർച്ച. അത് ഓം ബിർളയുടെ പേര് മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷം അതിശക്തമായ ഒരു നിലപാടെടുത്തു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്ന കീഴ്വഴക്കം ഇവിടെ പാലിക്കപ്പെടണം. കഴിഞ്ഞ 5 വർഷം നമുക്കറിയാം, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമൊന്നുമില്ലാതെയാണ് ലോക്സഭ പ്രവർത്തിച്ചത് എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമവായത്തിന് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ തയ്യാറായത് എന്നാണ് മനസ്സിലാക്കുന്നത്? ഇന്ത്യ ഗവൺമെൻറ്, ഞാൻ ഉദ്ദേശിച്ചത് യൂണിയൻ ഗവൺമെൻറ്, ഇപ്പോൾ നിലവിലെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ, ഞാൻ അദ്ദേഹത്തെ മലയാളത്തിൽ കോട്ട് ചെയ്യുകയാണ്, ഭരിക്കാനായി ഭൂരിപക്ഷം വേണം, എന്നാൽ രാജ്യം ഭരിക്കാനായി ഭൂരിപക്ഷം മാത്രം പോരാ, സമവായം കൂടി വേണം. വാസ്തവത്തിൽ ഇത് ഉള്ളിൽ തട്ടിയ വാക്കുകളായിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ 3-ാം ഊഴത്തിലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തെ, ഒപ്പം താൻ ഉൾപ്പെടെയുള്ള പ്രതിനിധാനം ചെയ്യുന്ന BJP ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് സംഭവിച്ചിട്ടുള്ള അപ്രതീക്ഷിതമെന്ന് അവർ വിശേഷിപ്പിക്കുന്നതായ തിരിച്ചടി, ഇത് ഒരു പുതിയ ചരിത്രം എഴുതുകയാണ്. ആ ചരിത്രം എഴുതിയത് ഇന്ത്യയിലെ ജനങ്ങളാണ്. നമ്മൾ ഇന്നിപ്പോൾ ഈ ചർച്ച നടത്തുന്ന ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്നത് ഇന്ത്യയിൽ ആദ്യമായും ഒടുവിലായും ആഭ്യന്തര അടിയന്തരാവസ്ഥ, യുദ്ധമുണ്ടായിട്ടുള്ളപ്പോൾ പലപ്പോഴും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്നാണ് അതിന് കാരണമായി പറഞ്ഞത്. പ്രഖ്യാപിച്ചതിൻ്റെ 49ാമത് വർഷത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ആ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് BJP ഉൾപ്പെടെയുള്ള, ഇന്നിപ്പോൾ BJPയിലുള്ള പല ആളുകളും അവർ മുൻപ് കോൺഗ്രസ്സുകാരായിരുന്നവരാണ്, അതിൽ ചില ആളുകളെങ്കിലും അടിയന്തരാവസ്ഥയെ വാഴ്ത്തിപ്പാടിയവരാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. വാസ്തവത്തിൽ ഈ അടിയന്തരാവസ്ഥയുടെ പ്രേതമിന്ന് BJPയെയാണ് ആവാഹിച്ചിട്ടുള്ളത്. അതാണ് ലോക്സഭയിലും നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ 1 മിനിറ്റ് എടുത്ത് ഞാൻ ചുരുക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ സ്പീക്കർ എന്ന ഓഫീസിനെ കുറിച്ച്, സ്പീക്കർ പദവി എന്ന് ഞാൻ മലയാളത്തിൽ പറയുന്നത്, പദവി എന്നുള്ള ആ ഒരു പദപ്രയോഗം പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ലെങ്കിൽ ഓഫീസ് ഓഫ് ദ സ്പീക്കർ, നമ്മുടെ ഭരണഘടനയുടെ 5-ാം ഭാഗത്തിൽ 2-ാം അധ്യായത്തിൽ 93-ാം അനുച്ഛേദത്തിൽ ആർട്ടിക്കിൾ 93-ലാണ് അത് പറയുന്നത്. ഈ പറയുന്നതായിട്ടുള്ള ഭരണഘടനയ്ക്ക് കീഴിലുള്ളതാണ് ഈ ലോക്സഭയിലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കോണ്ടക്റ്റ് ഓഫ് ബിസിനസ് ഇൻ ലോക്സഭ എന്നുള്ളത്. ആ റൂൾസിൽ, ലോക്സഭ റൂൾസിൽ, അതിൽ എലക്ഷൻ ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ആൻഡ് നോമിനേഷൻ ഓഫ് പാനൽ ഓഫ് ചെയർപേഴ്സൺസ് എന്നുള്ളതിൽ റൂൾ 7, 8, 9, 10 ചാപ്റ്റർ 3-ലാണ് ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. ഇതെല്ലാം ഈ എഴുതി വച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ സ്പീക്കർ, ആ സ്പീക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ ഐകകണ്ഠേന തിരഞ്ഞെടുക്കുക എന്നുള്ളത് നല്ല കാര്യം. അങ്ങനെ ഐകകണ്ഠേന തിരഞ്ഞെടുക്കണമെങ്കിൽ സ്വാഭാവികമായി ആരാണ് അതിന് ഒരു മുൻകൈ എടുക്കേണ്ടത്? അത് ഗവൺമെൻറ്റാണ്, എക്സിക്യൂട്ടീവാണ്, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് വേണ്ടി അവിടെ മുൻകൈ എടുക്കേണ്ടത് ആരാണ്? അത് പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. നിലവിലെ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയുടേതായ ചില പ്രസ്താവനകളും അഭിപ്രായ പ്രകടനങ്ങളും വാസ്തവത്തിൽ ഈ സമവായത്തിനും കൂട്ടിയോജിപ്പിക്കലിനും അത്തരത്തിൽ ഒരു സൗഹൃദാന്തരീക്ഷത്തിനാണോ അത് വഴിതെളിച്ചത്? അതല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ അത് വാസ്തവത്തിൽ അസ്ഥാനത്തായിരുന്നു എന്നുള്ളതും, ഹൃദയത്തിൽ പലതും ഉണ്ടാവാം, തലച്ചോറിൽ പലതും ഉണ്ടാവാം, അത് മറച്ചു വെച്ചുകൊണ്ടായിരിക്കണമല്ലോ പലപ്പോഴും ഒരു ഡിപ്ലോമാറ്റിക്കായി നയതന്ത്ര ചാതുര്യോടുകൂടി അതുണ്ടായില്ല. ഫലം കണ്ടില്ല, ആ സമവായം ഫലം കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്.